നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കുഞ്ഞ് ഇന്ന് ഈ ഭൂമുഖത്ത് ജീവനോടെ ഇല്ല. നിങ്ങൾ പലരും ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും ഇതിനോടകം. പക്ഷെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ കുട്ടിയുടെ അച്ഛനും ഈ സ്ത്രീയും തമ്മിൽ വേർപിരിഞ്ഞപ്പോ ആ കുഞ്ഞ് അമ്മയ്ക്കൊപ്പം നിന്നോളും, അമ്മയ്ക്കൊപ്പം അത് സേഫ് ആയിരിക്കും എന്ന് തീരുമാനമെടുത്ത സിസ്റ്റം ഉണ്ടല്ലോ, അതാണ് ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കാരണം നമ്മുടെ നാട്ടില് കുടുംബ കോടതികൾ അടക്കം പലപ്പോഴും കണ്ണും പൂട്ടി എടുക്കുന്ന ഒരു തീരുമാനമാണ്, കുട്ടിക്ക് ഇത്ര വയസ്സാകുന്നത് വരെ ആ കുട്ടി അമ്മയ്ക്കൊപ്പം നിൽക്കട്ടെ. എങ്ങനെയാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുക ആ അമ്മ ആ കുട്ടിയെ സേഫ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന്? അതിന് പകരം ഈ നാട്ടിൽ വേണ്ടത് ശരിക്കും ഒരു റീഡിംഗ് സിസ്റ്റം അല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ വന്ന് റീഡിംഗ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതുപോലെ ആ കുഞ്ഞ് അമ്മയ്ക്കൊപ്പമോ അച്ഛനൊപ്പമോ ആയിക്കോട്ടെ, ആ കുഞ്ഞ് അവിടെ സേഫ് ആണ്. അതിനോട് ആളുകൾ ഇടപെടുന്നത് എങ്ങനെയാണ്, ആ വീട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ കുഞ്ഞിന്റെ ദേഹത്ത് എന്തെങ്കിലും പരിക്കുകളുണ്ടോ, ഇതൊക്കെ മാസാമാസം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ ചൈൽഡ് വെൽഫെയർ ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നോ ആരെങ്കിലും ഒക്കെ എത്തി അതൊന്നൊരു റീഡിംഗ് പോലെ കളക്ട് ചെയ്ത, ഒരു ഡേറ്റാബേസ് കളക്ട് ചെയ്ത ആ കുഞ്ഞ് കുറെ കൂടെ സേഫ് ആയിരിക്കില്ലേ അവിടെ? ഒരു വർഷത്തിൽ ഇതുപോലെ എത്ര വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇനിയും ഇവിടെ ഈ സിസ്റ്റത്തിന് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി അത് തന്നെയായിരിക്കും.